നമസ്തേ. ലാസറിനെ ഉയർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മയുടെ ദിവസം. കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി. കല്ല് നീക്കിയാൽ ദുർഗന്ധമുണ്ടാകുമെന്നത് തീർച്ചയാണ്. ഉറ്റവർക്ക് പോലും പ്രതീക്ഷയില്ല. എന്നാലോ തമ്പുരാന്റെ ഇടപെടൽ നോക്കുക. ലാസറെ പുറത്തു വരിക എന്നാണ് പറയുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാനാവാത്ത വിധം ദുർഗന്ധപൂരിതമാവുന്ന നമ്മുടെ ജീവിത പരിസരങ്ങൾക്ക് ഒരു ഉണർത്തുപാട്ടാണ് ലാസറിന്റെ കഥനം. നമ്മുടെ താൽപര്യങ്ങളുടെയും ധാരണകളുടെയും ചുവരുകൾക്കുള്ളിൽ ഒരുതരം കല്ലറ ജീവിതം നയിക്കുന്ന നമ്മുടെ പുതിയ കാലം എത്രമേൽ ദുർഗന്ധം വമിക്കുന്നതാണെന്ന് നമുക്ക് തന്നെ അറിവുണ്ട്. ചായം പൂശിയും പെർഫ്യൂമടിച്ചും മറികടക്കാനാവുന്ന ഒന്നല്ല ജീർണിച്ചു തുടങ്ങിയ പുതുനന്മകളുടെ വല്ലാത്ത നാറ്റം. ഏറ്റവും നല്ലത് ചീത്തയായാലാണ് ഏറ്റവും ദുർഗന്ധമുണ്ടാവുന്നതെന്ന ചൊല്ല് വെണ്ണയുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യന്റെ കാര്യത്തിലും എത്രയോ വാസ്തവമാണ്. പലപ്പോഴും നാം നിരാശരാകുന്നുണ്ട് ഈ കാലത്ത്. നമ്മുടെ എല്ലാ പ്രതീക്ഷകൾക്കും മേൽ ഒരു പെരുങ്കല്ല് അടവച്ചിരിക്കുന്നത് പോലെ. ഒരു പൊതുമണ്ഡലത്തെക്കുറിച്ചും ആർക്കും നല്ലത് പറയാനില്ലാതെ വരുന്നു. രാഷ്ട്രീയമെന്നോ മതമെന്നോ അതിന് ഭേദമില്ല. തുറന്നു കാട്ടാനുള്ള ആർജവം നമുക്കില്ലാതെ പോകുന്നു. അകത്തുള്ളത് ഓരോന്നോരോന്നായി പറഞ്ഞാൽ ഇനിയും നാറുമെന്നാണ് ചിലരൊക്കെ പറയുന്നത്. അതുകൊണ്ടുതന്നെ അധികമൊന്നും പറയാതിരിക്കുന്നതാണത്രേ നല്ലത്. എന്നാൽ ഒക്കെയൊന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള ധീരതയെയാണ് നാം ക്രിസ്തു എന്ന് വിളിക്കുക. ലാസറിന്റെ കല്ലറയ്ക്കൽ തീർച്ചയായും അങ്ങനെ തന്നെ കാണുന്നു. നമ്മുടെ തെറ്റിദ്ധാരണകളുടെയും അഹങ്കാരങ്ങളുടെയും ചുവരുകൾ പൊളിച്ചെടുക്കുന്ന ദൈവീക ഇടപെടലാണ് ക്രിസ്തു. അത്തരമൊരു സാധ്യത എന്റെ ജീവിതത്തിനവൻ വെച്ചു നീട്ടുന്നുണ്ട്. തുറന്നു കാട്ടാനുള്ള ഒരു ധീരതയ്ക്കുള്ള സാധ്യത തന്നെ. ലോകത്തെ നന്നാക്കാനുള്ള വലിയ വായിലെ വിമർശനങ്ങൾക്ക് മുമ്പേ കുറഞ്ഞ പക്ഷം എന്റെ ഉള്ളിലെ ദുർഗന്ധ കാരണങ്ങളെങ്കിലും ഒന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, സത്യ അനുതാപത്തോടെ ഒന്ന് കുമ്പസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്കും നിനക്കും സാധ്യമായേനെ. സച്ചിദാനന്ദന്റെ കവിത ഓർമ്മയിലുണ്ട്. ഞാൻ എഴുന്നേറ്റു, എന്നോടൊപ്പം ലോകവും എഴുന്നേറ്റു. പ്രാർത്ഥിക്കാം. ലാസറിനെ കിട്ടിയിരുന്ന കീറ്റുശീലകളെയും ചരടുകളെയും അഴിപ്പീനെന്ന് നീ പറഞ്ഞതിനാൽ, ദൈവമേ, ദുർമോഹങ്ങളാലുള്ള വികാരങ്ങളുടെയും അധമജീവിതത്തിന്റെയും ബന്ധനങ്ങളിൽ നിന്നും ആത്മാക്കൾക്കുണ്ടാകാവുന്ന മോചനത്തെ നീ കാണിച്ചു. ഞങ്ങളുടെ ആത്മാക്കളെ പാപമരണത്തിൽ നിന്ന് ഉയർപ്പിക്കണമേ. ആമേൻ. ആദരവോടെ സഖേർ.